ലാസ്റ്റായിട്ട് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്ത മസാല ഷവായുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ ഡൈൻ ഫുഡാണ്. കോഴിക്കോട് റോഡിൽ തന്നെ ഈ 6-ാം മാളിൻ്റെ നേരെ മുന്നിലായിട്ടാണ് ഡൈൻ ഫുഡിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് വരുന്നത്. ഇതാദ്യം മാളിൻ്റെ ഉള്ളിലായിരുന്നു, ഇപ്പോൾ പിന്നീട് മാളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയതാണ്. വളാഞ്ചേരി കൂടാതെ പുത്തൻതാണി കോട്ടകളൊക്കെ ഡൈൻ ഫുഡിന് ഔട്ട്ലെറ്റുകളുണ്ട്. അതിൽ വളാഞ്ചേരിയുടെ ഡൈനിങ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ്. ഉള്ളിൽ കയറിയാൽ അത്യാവശ്യം ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, ഒരു മജ്ലിസിൻ്റെ സെറ്റപ്പ് ഉണ്ട്, അതേപോലെ പബ്ലിക് മോഡലുള്ള ബെഞ്ചുകളുണ്ട്. ഫാമിലി ആയിട്ട് വന്നാൽ കുറച്ച് പ്രൈവസി ടൈപ്പിലുള്ള ബെഞ്ചുകളുണ്ട്. അതേപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ട് ആർക്കെങ്കിലുമൊക്കെ കാറ്റും വെളിച്ചവും ഒക്കെ കൊണ്ടിട്ട് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിക്കുള്ള സെറ്റപ്പും അവിടെ ഉണ്ട്. ഐറ്റം ഏകദേശം റെഡി ആയപ്പോൾ നമ്മൾ നേരെ വാഷ് ചെയ്തിട്ട് സീറ്റിലിരുന്ന് ഇതാണ് നമ്മൾ പറഞ്ഞ മസാല ഷവായ. ഇത് ടേബിളിൽ എത്തുന്നതിൻ്റെ മുമ്പുള്ള പ്രോസസ്സും കൂടെ നമുക്കൊന്ന് നോക്കി നോക്കാം. കോഴിക്കോട് റോഡിൽ വണ്ടിയായിട്ട് പോകുമ്പോൾ റോട്ടുമെന്ന് കാണുന്നൊരു കാഴ്ചയാണ് 4-5 കേസുകളിലായിട്ട് ഷവായകൾ നിരത്തി വെച്ചിട്ടുള്ളത്. റെഡി ആവുന്നതിനനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് റെഡി ആയത് നേരെ ആളെടുത്തിട്ട് ബാക്കിൽ കൊണ്ടുപോകും. പിന്നെ ആ സ്റ്റിക്കിന്ന് ചിക്കൻ അൺലോക്ക് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ചിക്കന് അതേ ഹീറ്റിൽ തന്നെ റീറാക്ക് ചെയ്യും. ചിക്കനിൽ തന്നെ ഇറച്ചി കുറഞ്ഞ ഭാഗങ്ങളായ കഴുത്ത്, അതേപോലെ തന്നെ കൈ ഒക്കെ കട്ട് ചെയ്ത ബാക്കികളാണ് അവിടെ ഉള്ളത്. ഒരു ചിക്കന് 4 പീസായിട്ട്, അഥവാ ഒരു ഫുൾ ഷവായ ആയിരുന്നു നമ്മൾ ഓർഡർ. അതിൻ്റെ കട്ടിങ്ങാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷവായ കട്ട് ചെയ്യുന്നതിനും അതിൻ്റേതായ രീതികളുണ്ട്. കൂടുതൽ നേരം ഹീറ്റിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ മീറ്റ് നല്ല ടെൻഡറും സോഫ്റ്റാവും. അതുകൊണ്ട് തന്നെ ഇത് പൊട്ടാതെ കട്ട് ചെയ്യലും അതിൻ്റെ മട്ടത്തിൽ തന്നെ പ്ലേറ്റിൽ വെച്ച് സെർവ് ചെയ്യലും അതിലൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ഞാൻ മുന്നേ ഹോട്ടൽ പണി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന എല്ലാവർക്കും നേരിട്ട് കണ്ട് ഷവായ കട്ട് ചെയ്യാൻ കൊടുക്കില്ല. അതിൻ്റെ ഒരു കറക്റ്റ് ഫോമിൽ കട്ട് ചെയ്താലേ ഷവായ പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. ഇനി കട്ട് ചെയ്ത ഷവായ അവിടെ അവർ തന്നെ ഉണ്ടാക്കിയ മസാല ഈ ഷവായ ഹീറ്റ് ചെയ്യുന്ന മെഷീൻ്റെ അടിയിൽ കൊടുന്നിട്ട് ചൂടാക്കുന്നുണ്ട്. ഈ ചൂടാക്കിയ ഈ മസാലയാണ് നേരത്തെ കട്ട് ചെയ്ത ചിക്കനിൽ ഇട്ടിട്ട് നമ്മളെ കയ്യിൽ കൊടുന്നു തരാം. അഥവാ ഇത് കട്ട് ചെയ്ത് ഇത് മസാല ഒഴിച്ചാൽ ഏകദേശം ഇതിൻ്റെ രൂപം ഇങ്ങനെ എടുക്കും. മസാല ഷവായ കാണുന്ന മുഞ്ച് അത് കഴിക്കുന്നതിലും ഉണ്ട്. ഞാൻ അവിടുന്ന് 1-ൽ കൂടുതൽ തവണ കഴിച്ചിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം അവിടുന്ന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. ഒരു ഫുൾ ഷവായ ഓർഡർ ചെയ്താൽ അതിൻ്റെ കൂടെ 4 കുബൂസ് കൂടെ നമുക്ക് കിട്ടും. ഷവായിലുള്ള മസാലയോ അല്ലെങ്കിൽ കുബൂസ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കിട്ടും. മസാല ഷവായ കൂടാതെ അവിടെ നോർമൽ അൽഫാം, പെരി അൽഫാം, ഹണി അൽഫാം എല്ലാം ഉണ്ട്. അതിൻ്റെ റിവ്യൂ എടുക്കാൻ നമ്മളത് നിലവിൽ ഓർഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിവ്യൂ നമ്മൾ പിന്നീട് ചെയ്യും. മസാല ഷവായ ഞാൻ അവിടുന്ന് പല തവണ ആയിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും അവിടെ ചെല്ലുമ്പോൾ കഴിച്ചു നോക്കുക. അതിൻ്റെ കൂടെ തരിപ്പിക്കാനായിട്ട് നമ്മൾ 3 മൊജിറ്റോ കൂടെ പറഞ്ഞിരുന്നു. ഷബാനക്ക് ആദ്യം മുതലേ പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ക്യാമറ വരുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത്. ഒരു ഫുൾ മസാല ഷവായയുടെ റേറ്റ് വരുന്നത് 380 ഈ പ്രൈസിൽ വളാഞ്ചേരിയിൽ വേറെ എവിടെയും മസാല ഷവായ കിട്ടാനില്ല. മസാല ആണെന്ന് വെച്ചിട്ട് തന്നെ കൂടുതൽ എരിവ് കൂടുതൽ, അല്ലെങ്കിൽ പുളി കൂടുതൽ, അല്ലെങ്കിൽ വ്യത്യസ്ത ഏതെങ്കിലും ഒരു കുത്തൽ ടേസ്റ്റ്, അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. പൊതുവെ എല്ലാവർക്കും പറ്റേണ്ടതാണ്. എൻ്റെ കൂടെ ഓർഡർ ചെയ്ത 3 മൊജിറ്റോകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ട് തോന്നില്ല. അപ്പോൾ അതിന് കൂടുതൽ എക്സ്പെക്റ്റേഷൻ വെക്കണമെന്ന് തോന്നുന്നില്ല. പക്ഷെ മസാല ഷവായ എന്തായാലും വൺ ഓഫ് ദ ബെസ്റ്റ് മസാല ഷവായ ഇൻ ടൗൺ തന്നെയാണ്. അപ്പോൾ പുതിയൊരു ലൊക്കേഷന് പുതിയൊരു സ്പോട്ടായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം RR ബൈറ്റ്സ്.